അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. റൌസ് അവന്യൂ കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് ദില്ലി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ശ്യാം ദേവരാജ് ചേരുന്നു വിശദാംശങ്ങളും. ശ്യാം, എന്താണ് ജാമ്യം നിഷേധിക്കാനുള്ള പ്രധാന കാരണം? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ അതേപടി അംഗീകരിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ, അതായത് അരവിന്ദ് കെജ്രിവാളിന് റൌസ് അവന്യൂ കോടതി ജാമ്യം നൽകിയ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ ഹർജി അംഗീകരിച്ചാണ് ഈ ഡൽഹി ഹൈക്കോടതിയുടെ നടപടി. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതി വിധിയും പറഞ്ഞത്. സുപ്രീം കോടതിയുടെ ഉത്തരവുകളും നടപടിക്രമങ്ങളും പാലിക്കാതെയാണ്, അല്ലെങ്കിൽ മുൻകാല വിധിന്യായങ്ങൾ പാലിക്കാതെയാണ് വിചാരണ കോടതി വിധി പറഞ്ഞത്. ഈ വിധിയിന്മേൽ ഒരു മനസ്സിരുത്തിയാണ് ഈ വിധി പ്രസ്താവിക്കേണ്ടത്. അത്തരമൊരു വാദം കേൾക്കാനോ അത്തരമൊരു വിധിയോ അല്ല വിചാരണ കോടതിയിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ജാമ്യം നടപ്പാക്കുന്നത് തടയുന്നു എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിന്മേൽ നേരത്തെ റോസ് അവന്യൂ കോടതിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നടപ്പാക്കുന്നത് തടയണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ആവശ്യപ്പെട്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ജാമ്യം അനുവദിച്ച ഉത്തരവ് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ദിവസം രാവിലെ 10 മണിയോടെ ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി അടുത്ത നിമിഷം തന്നെ ഈ നടപടി സ്റ്റേ ചെയ്തതും അത് അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയായിരുന്നു. ആ തിരിച്ചടി തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയാകുന്ന ഒരു ഉത്തരവാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നടപ്പാക്കുന്ന ഉത്തരവ്, വിചാരണ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞു. ആ ഉത്തരവ് തടഞ്ഞതോടുകൂടി തന്നെ അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ കേസിന്മേലുള്ള, അതായത് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ നിയമപരമായ ബാധ്യതകൾ ഈ ഉത്തരവിൽ സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ പരാമർശിച്ചിട്ടില്ല എന്നൊരു കാര്യം ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, സത്യേന്ദർ ജെയിൻ കേസിലെ സുപ്രീം കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണ് ഈ വിചാരണ കോടതിയുടെ വിധി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം PMLA കള്ളപ്പണ നിരോധന നിയമത്തിലെ 45-ാം വകുപ്പിന് വിരുദ്ധമാണ്. അതായത് ഇരട്ട വ്യവസ്ഥകളാണ് ഈ ജാമ്യം നൽകാനുള്ളത്. ആ ഇരട്ട വ്യവസ്ഥകൾ പാലിച്ചില്ല, അല്ലെങ്കിൽ അക്കാര്യം പരിഗണിക്കാതെയാണ് വിചാരണ കോടതി ജാമ്യം നൽകിയത്. വിചാരണ കോടതിയുടെ ഉത്തരവ് ആ സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് PMLA നിയമത്തിന് വിരുദ്ധമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ നടപടി എന്ന കാര്യം കൂടിയാണ്. ശശി കൂടി ചേരുന്നു വിശദാംശങ്ങളുമായി. ശരത്ത്, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. EDയുടെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുക തന്നെയാണ് കോടതി? തീർച്ചയായും ആര്യ, ED ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാദങ്ങൾ അതേപടി തന്നെ ദില്ലി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം ഈ വിചാരണ കോടതിയുടെ ഉത്തരവ് ഒരു തലതിരിഞ്ഞ ഉത്തരവാണ് എന്നതായിരുന്നു. അതിൽ നിയമവശങ്ങൾ എന്നതിനും അപ്പുറത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായി വാദങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി പോലുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയത്. നേരത്തെ വിചാരണ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ വാദം നടന്ന ഘട്ടത്തിൽ ഒരു സമയം പോലും വാദിക്കുന്നതിന് വേണ്ടി ലഭിച്ചില്ല. വാദം ആരംഭിക്കുമ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകനോട് പറഞ്ഞത് വാദം ചുരുക്കണം, മറ്റ് കേസുകളിൽ ഉത്തരവ് പറയാനുണ്ട് എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ വാദിക്കാൻ മതിയായ സമയം ലഭിച്ചില്ല. അങ്ങനെ വാദം പറയാൻ സമയം ലഭിക്കാത്തത് കൊണ്ട് വിശദമായ മറുപടി വിചാരണ കോടതിക്ക് നൽകി. പക്ഷേ വിചാരണ കോടതി പറഞ്ഞത് ഇത്രയും ബൃഹത്തായ മറുപടി വായിച്ചു നോക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് വിചാരണ കോടതി സ്വീകരിച്ചു. അങ്ങനെ കൃത്യമായ രേഖകൾ പരിശോധിക്കാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ഒരു വാദങ്ങളെ വിചാരണ കോടതി തള്ളിയത് എന്നതായിരുന്നു ആ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അത് പൂർണ്ണമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ച ആ വാദങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ ദില്ലി ഹൈക്കോടതി അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിചാരണ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിട്ടുള്ള രേഖകൾ അതുപോലെ തന്നെ വാദങ്ങൾ അത് വിശദമായി പരിഗണിച്ചിട്ടില്ല എന്ന് വിലയിരുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്തതോടുകൂടി അരവിന്ദ് കെജ്രിവാളിന് ഇനി തിഹാർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. ഈ ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷയ്ക്കൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ഹർജി കൂടി നൽകിയിരുന്നു. ഈ ജാമ്യ ഉത്തരവ് റദ്ദാക്കണം എന്നതായിരുന്നു ആ ഹർജിയിലെ ആവശ്യം. ആ ഹർജിയിൽ ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി വാദം കേൾക്കില്ല. ജൂലൈയിൽ മാത്രമായിരിക്കും ആ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഹർജിയിൽ വാദം കേൾക്കുക. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ജൂലൈ മാസം വരെ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. അവധിക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുക എന്നത് ഈ ഘട്ടത്തിൽ ഉറപ്പാകുന്നു. അതേസമയം തന്നെ നാളെ 26-ാം തീയതി സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതി